ജയ് സീതാറാം. നമ്മൾ പറഞ്ഞ ട്യൂബുകൾ ഇങ്ങനെ 20-22 ട്യൂബ് എന്നാണ് പറഞ്ഞെങ്കിലും നമുക്കൊരു 30-40ഓളം ട്യൂബുകൾ നമുക്ക് ഇടാൻ സാധിച്ചു. 1.25 ഇഞ്ച് പൈപ്പുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് കുറേ പൈപ്പുകളൊക്കെ ഇട്ടത്. അതിനകത്ത് തുടക്കവും ചില സ്ഥലങ്ങളിൽ കൂടുതൽ വെളിച്ചം വേണ്ടിടത്ത് 2 ട്യൂബുകളും ഒക്കെ വെച്ചുകൊണ്ട് ഒരു 12 മീറ്റർ ചുറ്റളവ് നീളത്തിലാണ് നമ്മൾ സ്വതവേ ട്യൂബുകൾ ഇട്ടിരിക്കുന്നത്. ഒരു 2 ദിവസം 3 2 5 പേര്, പിന്നെ ഒരു അര ദിവസം 2 പേര്, അങ്ങനെ അത്രയും പണിക്കാർ നിൽക്കേണ്ടി വന്നു. ഇനിയും ഒരു 2 പേര് ഒരു ദിവസം കൂടി നിന്നാൽ ചെയ്യേണ്ട പണികളുണ്ട്. കോയിൽ തന്നെ 200 മീറ്റർ പ്ലസ് ഇനി ഒരു 200 മീറ്റർ വേണ്ടി ഇപ്പോൾ തൽക്കാലം ചില വയറുകളും കൂടിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ നടന്നാൽ പോലും നമുക്ക് ഒരു വെട്ടോ കാര്യങ്ങൾ വേറെ എക്സ്ട്രാ ഇടേണ്ടി വരില്ല. ഗ്രൗണ്ട് നമ്മളിവിടെ യാഗം നടന്ന സ്ഥലമാണ്. അവിടെയൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ആലോചന. ഇപ്പോഴത്തെ സ്റ്റേജും വലിയ പന്തലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഈ നട കയറി ക്ഷേത്രത്തിലോട്ട് എത്തുന്നുള്ളൂ. ക്ഷേത്രത്തിലുണ്ടായിരുന്ന ബൾബുകൾ മാറ്റി ട്യൂബാക്കി അകത്തെല്ലാം. അങ്ങനെ ഇനി സ്റ്റേജുണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സപ്താഹ പന്തൽ. അവിടെ ഒരു 10ഓളം ട്യൂബുകൾ ഇടാനുണ്ട്. ടെമ്പററി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയൊരു ഭക്ഷണശാലയാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. അത് ടെമ്പററി, അവിടെയും ട്യൂബുകൾ ഇടാനുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു 50ഓളം ട്യൂബുകൾ വേണ്ടി വരും. 40 ട്യൂബ് നമ്മൾ മേടിച്ച് കഴിഞ്ഞു. 2 ഹലോജൻ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇങ്ങനെയാണ് പോണത്. നമുക്ക് നമ്മുടെ ഒരു പയ്യൻ മേടിച്ച് തരാമെന്നിട്ടിരിക്കുന്ന 2 ഹലോജനുണ്ട്. ഇങ്ങനെ നാഗേഷി, വനദുർഗ, ഞാല് ക്ഷേത്രത്തിൽ ബൾബ് കിടന്നിരുന്ന സ്ഥലമാണ്. ഇതൊക്കെ ട്യൂബാക്കി. ഇതൊക്കെ ബൾബ് കിടന്നിരുന്ന സ്ഥലമാണ്. ആ മൂല വരെ തീർച്ചയായിട്ടും കുറച്ച് പേര് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും കാണിക്കാനും. ഇനിയിപ്പോൾ ഇത് അയ്യപ്പൻ്റെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ 2 ട്യൂബ് കൂടിയും വരാനുണ്ട്. അപ്പോഴത്തേനും പണി തീർക്കാൻ പറ്റിയില്ല. അത് അടുത്ത ദിവസം തന്നെ തീർത്ത് പുതിയ കോയിൽ ഒരു 200 മീറ്റർ കൂടി മേടിച്ച് സ്റ്റേജിലോട്ട് ഉൾപ്പെടെ, ഈ കാണുന്ന സ്റ്റേജാണ്, അകലെയൊന്നും കാണാൻ പറ്റുമെന്നറിയില്ല, ആ സ്റ്റേജിലോട്ട് ഉൾപ്പെടെ എല്ലാം ചെയ്യാനുണ്ട്. സ്റ്റേജ് പന്തൽ സ്റ്റേജ്. തീർച്ചയായിട്ടും ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സ്ഥലം കഴിഞ്ഞ് ഇനി ബാക്കിലോട്ട് തന്നെ തിരിച്ചെത്തി. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും നന്ദി. തീർച്ചയായിട്ടും ഒരു വെള്ളവും വെളിച്ചവും ഭഗവാന് നന്നായിട്ട് എപ്പോഴും ഉണ്ടാകട്ടെ. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഗുരുക്കന്മാരുടെയും സർവ്വവിധ ഭഗവാന്മാരുടെയും ഗോവിന്ദപുരത്തപ്പൻ്റെയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് സീതാറാം.